എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോള് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്റെ കസിന് കുറേ വിളിച്ച് ചീത്ത പറഞ്ഞു. ആ ഫോണിൽ കൂടെ കുറെ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ കട്ടാക്കി. ഇതാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ അവസ്ഥ. ഈ ഷാജിദാനെ കൊണ്ട് എനിക്ക് ഫോണും മെസ്സേജും വന്നിട്ട് ഒഴിവില്ല. അപ്പൊ ഞാൻ ലീഗലായിട്ട് പോകുന്നു പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഷാജിദ ഷാജി, ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബറുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഇറ്റ്സ് മീ റംന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് ഈ ഷാജിദക്കെതിരായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ പിന്നെ എന്താണെങ്കിലും നമ്മളെടുത്ത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഷാജിദ, റംന ഇവരുടെ ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇവരുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം റംന ഷാജിദക്കെതിരെ ഒരു വീഡിയോ ചെയ്യുമ്പം നമ്മളത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ റിയാക്ഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ പേഴ്സണലി ഇവിടെ ഒരു ലേഡിയെയും ഒരു സ്ത്രീയെയും മോശമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ചെയ്യത്തുമില്ല. എന്നാൽ ഈ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയായിരിക്കുമല്ലോ അല്ലെ എന്താ കാര്യം എന്നൊക്കെ. ഈ റംന എന്ന് പറയുന്ന ലേഡി ഈ ഷാജിദ എന്ന് പറയുന്ന യൂട്യൂബറുമായി സംസാരിച്ച് ഇവരുടെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ, ഇൻസ്റ്റഗ്രാം മെസ്സേജ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഷാജിദ എടുത്ത് ഷാജിദയുടെ ചാനലിലൂടെ അങ്ങോട്ട് പുറത്തു വിട്ടു. ഇത് പുറത്തു വിട്ടപ്പോഴത്തേക്ക് ചാറ്റൊക്കെ പുറത്തു വിട്ടത് ഓക്കെ, പക്ഷെ ഈ ചാറ്റ് പുറത്തു വിട്ടപ്പോഴത്തേക്ക് കൂട്ടത്തിൽ ഈ റംന എന്ന് പറയുന്ന ലേഡിയുടെ നമ്പർ കൂടെ ഈ നമ്മുടെ ഷാജിദ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്തത് നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഷാജിദ താത്ത നിങ്ങൾ ചെയ്തത്. കാരണം ഒരു ലേഡിയുടെ, അതിപ്പം ലേഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ ആരുടെ ആണെങ്കിലും ഒരു വ്യക്തിയുടെ നമ്പർ അയാളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ സ്വന്തം ചാനൽ വഴി പുറത്തു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത് വെറും ചെറ്റത്തരം. ഇപ്പൊ നമ്മളൊക്കെ നിങ്ങളുടെ വീഡിയോ എടുത്തൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ച് തമ്മിൽ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് അയക്കാം. അത് മാറ്റണം, ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറ്റിയേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അത് ഞാനൊക്കെ ചെയ്യും, എന്നോടൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ടും ചെയ്തില്ല എങ്കിൽ അത് അഹങ്കാരം. അപ്പൊ നല്ല പണി ഇങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും കിട്ടും. അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പം പരിപാടി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെ ഒരു ചാറ്റൊക്കെ പുറത്തു വിടാനും ഇവരുടെ ഒരു ടോക്കൊക്കെ എടുത്ത് പുറത്തു വിടാനുള്ള ഒരു കാരണം ഈ ഷാജിദയുടെ ബേസിൽ നടക്കുന്ന, ഈ ഷാജിദയെ പറ്റി ഇവിടെ നടക്കുന്ന കുറെ കോൺട്രവേഴ്സികളിൽ ഇവര് കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വന്നുള്ള കഥകളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നാട്ടുകാരെല്ലാം കൂടെ എടുത്ത് പൊങ്കാല ഇട്ടു. അപ്പൊ ആ സമയത്തൊക്കെ ഈ റംന എന്ന് പറയുന്ന വ്യക്തിയൊക്കെ യൂട്യൂബറാണ്. അവർ ഈ ഷാജിദയെ സപ്പോർട്ടൊക്കെ ചെയ്ത് ഇവരെ കോണ്ടാക്ട് ചെയ്യും, സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇവരൊക്കെ നല്ല രീതിയിൽ ഇവരോട് ഈ ഷാജിദയുടെ കൂടെ നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഇവർക്ക് കുറച്ചായിട്ട് ഇവരുടെ ഒരു ഫാമിലി കഥകളൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ റംനയും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ഷാജിദയുടെ നല്ല സപ്പോർട്ടായിട്ട്. ലൈക്ക് ഇവർക്ക് പേഴ്സണലി അറിയത്തൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ മെസ്സേജ് ഒക്കെ അയച്ചു നിന്നു. പക്ഷെ ഈ മറ്റേ ഏക്കും പോക്കും ഇല്ലാതെ ഇന്നൊന്ന് പറയും നാളെ മാറ്റി പറയുന്ന ഈ ഷാജിദയുടെ സ്വഭാവം ലാസ്റ്റ് റംനയ്ക്കും പൊട്ടി, കൈ മാറി, മറ്റേ കൈ വിട്ടിട്ട് ലാസ്റ്റ് റംനയും ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. അതാണ് നമ്മുടെ ഷാജിദത്തേക്ക് മൊത്തത്തിൽ അങ്ങ് പൊളിയാൻ കാരണം. അപ്പം ചാറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു. ചാറ്റ് ഞാൻ വീണ്ടും അതാ പറയുന്നത്, ചാറ്റൊക്കെ പുറത്ത് വിട്ടു ഓക്കെ, പക്ഷെ നമ്പർ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഷാജിദ താത്ത. അപ്പൊ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ റംന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കാം. സത്യം പറഞ്ഞാല് ഷാജിദാന്റെ വീഡിയോ ഇന്നലത്തോടെ നിർത്തി കേസാണ്. ഇനി അത് ചെയ്യണം എന്ന് വിചാരിച്ചില്ല. കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട് അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അത് ആദ്യം തന്നെ പറയാം. ഇപ്പൊ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കാനും കാരണങ്ങളുണ്ട് കേട്ടോ. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് അവരോട് നേരിട്ട് പറഞ്ഞൂടെ, അവരെ വിളിച്ച് പറഞ്ഞൂടെന്ന്. ഒന്നാമത്തെ കാര്യം, ഈ ഷാജിദ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അതേപോലെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ മെസ്സേജ് സീൻ ചെയ്തത് അപ്പൊ തന്നെ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എനിക്ക് ഈവനിങ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷമാണ് അവർ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ, എനിക്ക് ആ ഒരു വോയിസിന് റിപ്ലൈ വന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്യൂല, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ കുറെ എന്നെ പ്രൊവോക്ക് ചെയ്തു. അതിനനുസരിച്ചിട്ട് ഞാനും അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവര് പറയണത് എന്താന്ന് വെച്ചാല്, ആ വോയിസിൽ പറയുന്നത്, നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫിൽ പോയിട്ട് അല്ലടി വൈറലായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയിട്ട് വൈറലായി ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് കയറി വൈറലായി അൽഹംദുലില്ല. അല്ല നിന്നെ വിറ്റിട്ട് ഫേമസ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഗൾഫിൽ പോയപ്പോൾ എന്റെ വീഡിയോ വൈറലായതാണ്. അത്യാവശ്യം ഏണിങ്സ് പഠിച്ചാൽ വിചാരിച്ചിട്ട് എനിക്ക് യൂട്യൂബ് കൊണ്ട് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട്. ഇത് ഞാൻ അവൾക്ക് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോ ഞാനൊരു കാര്യം ഷാജിദ താത്തയോട്
പേഴ്സണലി അങ്ങ് ചോദിക്കുകയാണ് നാട്ടുകാരുടെ ഫ്രണ്ട് വെച്ചിട്ട്. ഈ പേഴ്സണലി എന്ന് പറയുമ്പോൾ മറ്റേ വേറെ രീതിയിൽ മനസ്സിലായല്ലോ. അപ്പൊ എന്താണെങ്കിലും ഷാജിദ താത്തയ്ക്ക് എങ്ങനെ മറ്റൊരാളോട് പറയാൻ പറ്റുന്നു? അതായത് നീ ഗൾഫിൽ പോകുന്ന വീഡിയോ ഇട്ടിട്ട് വൈറലായതല്ലേ, ഞാൻ നിന്നെക്കാട്ടിലും വലിയ സെറ്റപ്പ് അല്ലേ എന്നുള്ളൊരു മൂഡിലൊക്കെയാണല്ലോ ഈ സംസാരിക്കുന്നത്. മറ്റേ പുച്ഛം കൊടുത്തിട്ടുള്ള ഒരു സംസാരം. എങ്ങനെ നിങ്ങൾക്കിത് പറയാൻ പറ്റുന്നു ഷാജിദ താത്ത? നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ വൈറലായി നിൽക്കുന്നത്? നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയി ഒരു 6 ഗോള് അടുപ്പിച്ചടിച്ചിട്ടാണോ നിങ്ങൾ വൈറലായി നിൽക്കുന്നത്? അതോ നിങ്ങൾ ഇവിടെ സിനിമയിൽ അഭിനയിച്ച് നല്ല ദേശീയ പുരസ്കാരമോ അങ്ങനെയുള്ള എന്തെങ്കിലും മേടിച്ചിട്ടാണോ നിങ്ങൾ വൈറലായി നിൽക്കുന്നത്? സ്വന്തം വീട്ടിലെ കഥകൾ വന്നിരുന്ന് സ്വന്തം യൂട്യൂബ് ചാനൽ വഴി കരഞ്ഞും കൂവിയും പറഞ്ഞ് നാട്ടുകാർക്ക് മറ്റേ അക്കൗണ്ട് നമ്പറും കൊടുത്ത്, അത് കൂടാതെ ഫോൺ നമ്പറും കൊടുത്ത്, ലാസ്റ്റ് ആ ഫോണിലേക്ക് നാട്ടുകാർ വിളിച്ച് മറ്റേ കുൽസിതം പറയുന്നു എന്നും പറഞ്ഞ് പിന്നെയും വന്നിരുന്ന് കരഞ്ഞ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തിയിട്ടല്ലേ നിങ്ങളെ 10 പേരിപ്പൊ അറിയുന്നത്? അല്ലാതൊന്നും അല്ലല്ലോ. ആണോ ഇത്ത? പിന്നെ എങ്ങനെയാണ് ഈ കണ്ട യൂട്യൂബ് ചാനൽ പോട്ടെ, ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ കയറിയിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത്? എന്തോ പറയുന്നത്? വല്ല ബോധവും പൊക്കണോ ഉണ്ടോ? സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ 5 മക്കളുടെ ഞാൻ ആദ്യം തൊട്ട് ഇവരുടെ ഈ ഒരു വിഷയം ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ലിറ്ററലി ഒരു സങ്കടമുണ്ട്. അത് ഇവരെ ഓർത്തിട്ടല്ല, ഇവരുടെ ആ ഒരു 5 കുട്ടികൾ എന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല, ആ പിള്ളേരെ ഓർത്തിട്ടാ. എപ്പോഴെങ്കിലും എന്റെ പൊന്ന് ഷാജിദ താത്ത നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. നിങ്ങൾ കാരണം ആ പിള്ളേർക്ക് നാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നിങ്ങൾ എപ്പോഴെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക. ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ, ആ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടികളുടെ സഹപാഠികളില്ലേ, ആ സഹപാഠികളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ ഒക്കെ വീട്ടിൽ ഇരുന്ന് കാണുന്നവരല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഈ സൈബർ ബുള്ളിങ് നടത്തുന്നു, ഈ നിങ്ങളുടെ പേരിൽ നടക്കുന്ന കഥകളും കയ്യാങ്കളിയും എല്ലാം ഇരുന്ന് കാണുന്നവരല്ലേ. അവരൊക്കെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ പിള്ളേരിത് കേട്ടിട്ട് ആ പിള്ളേർ സ്കൂളിൽ വന്ന് നിങ്ങളുടെ മക്കളോട് ഇത് പറയുമ്പോഴത്തേക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ആ പിള്ളേർക്ക് ഉണ്ടാവുന്നത്? എപ്പോഴെങ്കിലും ഒരു നിമിഷം നിങ്ങളത് മനസ്സിലാക്കുക. വളരെ താഴ്മയായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപേക്ഷയായിട്ടൊന്നും എടുക്കണ്ട, എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ നല്ലതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരാളും അങ്ങനെ മോശപ്പെട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി എടുത്ത് മറ്റേ അടിച്ച് കീറിക്കളയണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് പറയുക, ഈ വന്നിരുന്ന് ഈ ശോകം കഥകളും അതെല്ലാം പോട്ടെ. നിങ്ങളുടെ ഈ ലാസ്റ്റ് ഈ റംന എന്ന് പറയുന്ന ലേഡിക്കെതിരായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ഇട്ട് സംസാരിച്ചപ്പോൾ പോലും അവരുടെ നിങ്ങൾക്ക് ഇവർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇവരുടെ കൂടെ ആരെങ്കിലും ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇവർക്ക് അറിയില്ല, ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ് മറ്റൊരാളുടെ ഫോൺ നമ്പറൊക്കെ, ഒരു ലേഡിയുടെയൊക്കെ ഫോൺ നമ്പർ ഇവരുടെ വീഡിയോയ്ക്കകത്തൂടെ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടത്. ഇല്ലെങ്കിൽ ഇച്ചിരി വിവരമുള്ള ഒരാളും അത് ചെയ്യത്തില്ല. അത് ക്രൈമൊക്കെ പോട്ടെ, ക്രൈമിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്ത്രീയുടെ നമ്പർ അങ്ങനെ എടുത്ത് പുറത്തേക്ക് വിടുക, അതോ അവരുടെ അനുവാദം ഇല്ലാതെ വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വൃത്തികെട്ട പരിപാടിയാ എന്റെ പൊന്നു ഷാജിദാത്ത നിങ്ങൾ ഈ കാണിക്കുന്നത്. ചിന്തിക്കാൻ നിങ്ങൾക്ക് സ്വബോധമില്ലേ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് സ്വബോധമില്ലേ? നിങ്ങൾ നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ ചാനലിനകത്ത് ഇടുന്നു എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും നമ്പർ നിങ്ങളുടെ ചാനലിനകത്തോട് അങ്ങോട്ട് എടുത്ത് അങ്ങ് വിളമ്പാന്നാണോ നിങ്ങളുടെ വിചാരം? അതും പോട്ടെ, ഇനിയിപ്പോ ബാക്കി നിങ്ങൾ കേൾക്കൂ. ഈ ലേഡി കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ റംന എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ഈ റംന എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വേണ്ട, ഞാൻ അത് ചോദിക്കുന്നില്ല. ഇപ്പൊ മൊത്തത്തിൽ അവര് മറ്റേ പെട്ടിരിക്കുകയാണ്. അവരുടെ നമ്പറും പോയി നാട്ടുകാരെ വിളിച്ച് താങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറെ പേര് അവരെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ അവർ ഇനിയിപ്പോ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇവർ ഈ സംസാരിച്ചതിനകത്തൊന്നും ഇവരോട് ഒരു ചോദ്യം പോട്ടെ, വിടുന്നു, ഐ എം ലീവിങ് ഇറ്റ്. പിന്നെ എല്ലാരും ഇച്ചിരി മറ്റേ അത്ര നല്ല മാന്യന്മാരൊന്നും അല്ല കേട്ടോ, ഈ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ. അത് നമ്മുടെ മനുഷ്യ ഗണത്തിൽ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അത്ര നല്ല ആൾക്കാരൊക്കെ ഉള്ളവർ വളരെ കുറവാ. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ ആരെ അങ്ങോട്ട് എടുത്ത് തലയിലെടുത്ത് വെക്കുന്നില്ല. ബാക്കി കാണും. ഏകദേശം ഒരു 11:30 12 മണി 11:30 ആ ഒരു സമയത്ത് നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുതുകാന കസിൻ ഇവിടെ പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇവർ വന്നപ്പോൾ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വരുന്നത്. അപ്പൊ ആ കോൾ വരുമ്പോൾ ഞാനാണ് ഫസ്റ്റ് എടുത്തത്. ഹലോ റംനയല്ലേ? അതെ റംനയാണ്. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഞാൻ നിന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യം അത്. അപ്പൊ തന്നെ എനിക്ക് കത്തി, ഇതെന്തോ ഉടായ്പിന്റെ പരിപാടി. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് ഗദ്ദാമയായിട്ടാണ് ഞാൻ നിന്ന വീട്ടിൽ. ആ ഒരു മാമ മാത്രമേ ഉള്ളൂ. എന്റെ വീഡിയോസിലെല്ലാം അത് വ്യക്തമായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വിട്ട വീഡിയോസ് ഒക്കെ വൈറലായതിലൊക്കെ അതുണ്ട്. ഞാൻ എവിടെയായിരുന്നു ഗൾഫിൽ, എങ്ങനെയായിരുന്നു ഗൾഫിൽ നിന്നിരുന്നത്, ആരെ വീട്ടിലാണെന്നൊക്കെ. അവിടെ ഒരു ആണ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ വീട്ടിലില്ല. ഈ മാമാടെ മക്കളും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിലാണ്. ഈ മാമാനെ കാണാൻ പെൺകുട്ടികൾ വരും, മക്കൾ, അത് അറബികൾ മാത്രം. അല്ലാതെ ആ വീട്ടിൽ ഞാനും എന്റെ നാത്തൂനും ഈ വയ്യാതെ കിടക്കുന്ന മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ ഈ കോള് വിളിച്ചാൽ എന്റെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇവ മുതുകാരെ കസിന് ഫോൺ കൊടുത്തിട്ട് അവര് സംസാരിച്ചു. അല്ലെ എന്താ കാര്യം എന്ന് വെച്ചപ്പോ പറഞ്ഞു, ഖത്തറിൽ എന്റെ കൂടെ, ഞാൻ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ മണ്ണ് കാല് ചവിട്ടിയിട്ടേ ഇല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കുവൈത്തിലായിരുന്നു. ഓക്കെ, ഞാൻ കുവൈത്തിലാണ് ഗദ്യാമായിട്ട് ജോലിക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ വ്യക്തി പറഞ്ഞത്, നിങ്ങൾ ഷാജിദാക്കെതിരെ വീഡിയോ ഇട്ടതിന് ഷാജിദ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് ഈ ഷാജിദാക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത്. അവളുടെ ഉമ്മാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, അവളുടെ ഉമ്മ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് എന്ന്. എന്തൊക്കെയാ ആ ഉമ്മാനെ കുറിച്ചിട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല, ഒന്നിലേക്കും വന്നിട്ടില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ ആരും അവരുടെ വോയിസോ അവരെ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോള് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്റെ കസിന് കുറേ വിളിച്ച് ചീത്ത പറഞ്ഞു. ആ ഫോണിൽ കൂടെ കുറെ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ കട്ടാക്കി. ഇതാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ അവസ്ഥ. ഈ ഷാജിദാനെ കൊണ്ട് എനിക്ക് ഫോണും മെസ്സേജും വന്നിട്ട് ഒഴിവില്ല. അപ്പൊ ഞാൻ ലീഗലായിട്ട് പോകുന്നു പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ, പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതുവരെ ആ പെൺകുട്ടി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അവരൊരു ഒരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ നമ്പർ കൊടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അവരെങ്ങനെയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത്? എന്നിട്ട് അവർ വീഡിയോയുടെ അടിയിൽ അവരുടെ ഈ ഹസ്ബൻഡിന്റെ ആളുകൾ വന്നിട്ട് ഒരുപാട് കമന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോ ഈ സംഗതി എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഷാജിദ താത്ത ലാസ്റ്റത്തെ അവരുടെ ആ ഒരു വീഡിയോയില് ഇവരും ഈ ഒരു റംനയും തമ്മിലുള്ള ചാറ്റ് പുറത്തു വിട്ടപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് അവരുടെ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ പുറത്തു പോയതോടുകൂടി തന്നെ ഇവരെ ഒരുപാട് ആളുകൾ വിളിച്ച് മോശമായി, ഇപ്പൊ അവര് പറയുന്നു, അവരെ ഏതോ ഒരു വ്യക്തി വിളിച്ചു, റംനയുടെ ഈ ഷാജിദയുടെ ഉമ്മ നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഖത്തറിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിളിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. സത്യമാണോ അല്ലയോ ഒന്നൊന്നും എനിക്കറിയില്ല. ഇവര് പറയുന്നു, നമ്മൾ കേൾക്കുന്നു. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, നമ്മൾ ആരുടെയും മറ്റേ എടുത്ത് പൊക്കി വെച്ചോണ്ട് സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷെ ഇവര് പറയുന്നത് വെച്ചിട്ട് ഷാജിദ താത്ത നിങ്ങൾ കാണിച്ചത് വെറും ചെറ്റത്തരം. ഞാൻ വീണ്ടും അതാണ് പറയുന്നത്. കാരണം അവരിനി അത് പറയും. ഷാജിദ കാരണം ആ ഒരു നമ്പർ പുറത്തുപോയി. ഇപ്പൊ ഇവരെ ഇനി ആരെങ്കിലും അങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എങ്കിൽ പോലും അവര് പറയുന്നതിനത് നമ്മളെല്ലാരും വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ എന്തിനാണ് ഷാജിദ താത്ത നമ്പർ എടുത്ത് പുറത്ത് വിടാൻ പോയത്? നമ്പർ എടുത്ത് പുറത്ത് വിട്ടതും പോട്ടെ, ഇവർ പറയുന്നുണ്ട്, ഞാൻ ആ വീഡിയോ മൊത്തം ഒന്നും വെക്കാത്തതാണ്, ഇവരുടെ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്, ഇവർ ഷാജിദയ്ക്ക് മെസ്സേജും ഇട്ടു. ആ നമ്പർ ഇവര് കഴിഞ്ഞ ദിവസത്തെ ഇവർ ഈ ഒരു വീഡിയോ, ഇതിന് മുമ്പ് ഇവരൊരു വീഡിയോ ചെയ്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഷാജിദയോട് ആ നമ്പർ മാറ്റി കൊടുക്കണം ഇവർക്ക്. അതായത് ആ ഒരു ഷാജിദയുടെ വീഡിയോയിൽ ഒന്നുകിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ വീഡിയോയിൽ ഷാജിദയുടെ ഇവരുടെ ഈ റംനയുടെ നമ്പർ വെച്ചിരിക്കുന്നത് അത് മാറ്റണം എന്നിവർ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടും വീഡിയോ ആയി ചെയ്തിട്ട് പോലും ഷാജിദ അത് ചെയ്യുന്നില്ല എങ്കിൽ എൻ്റെ പൊന്ന് ഷാജിദ ഇത്ത, നിങ്ങളുടെ അഹങ്കാരം എവിടെ വരെ ഉണ്ടെന്ന് ഇവിടെ ജനങ്ങളൊക്കെ മനസ്സിലാക്കും. ഓക്കെ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാക്കും നിങ്ങളുടെ അഹങ്കാരം എന്തോരമാണെന്ന്. കാരണം നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങളെ എല്ലാവരും ഇവിടെ ഒരു റെസ്പെക്ട് തരണമെങ്കിൽ നിങ്ങളും ആ സെയിം റെസ്പെക്ട് ബാക്കിയുള്ള സ്ത്രീകൾക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? ഒരു സ്ത്രീയുടെ നമ്പർ ചോദിക്കുകയും പറയാതെ എടുത്ത് ചാനലിലൂടെ എടുത്ത് അങ്ങോട്ട് പുറത്ത് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ ഈ പറയുന്ന കഥ നമ്മളെല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. അവരെ ആരൊക്കെയോ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. സത്യമാണോ അല്ലയോ ഞാൻ വീണ്ടും പറയുന്നു. ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ സത്യമല്ലാതിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ ചെയ്തതിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ ഇനി പറ്റില്ല. ബാക്കിയെല്ലാം നിങ്ങളുടെ പേഴ്സണൽ കഥകൾ, നിങ്ങൾ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചില്ലോ, ഞാൻ അതിനകത്തൊന്നും എൻ്റെ വീഡിയോകൾ നോക്കിയാലും അറിയാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരു പരിധിയിൽ കൂടുതലുള്ള ജനങ്ങളെ മണ്ടരാക്കരുതെന്നേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. പക്ഷെ ഇത് ഒരു രീതിയിലും നമുക്ക് ആർക്കും നിങ്ങളോട് യോജിക്കാൻ പറ്റില്ല. ഈ മറ്റുള്ളവരുടെ നമ്പർ എടുത്ത് ചേച്ചി ആ പരിപാടി, നിങ്ങളുടെ നമ്പർ നിങ്ങൾ കൊടുക്ക്. എന്നിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത കണ്ടന്റുമായിട്ട് പോവാ. നിങ്ങളെ അവര് വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ഇവര് വിളിച്ച് ബുദ്ധിമുട്ടിച്ച് എന്ന് പറഞ്ഞ് പോവാ, കുഴപ്പമില്ല. പക്ഷെ ഇത് കേസൊക്കെ കൊടുക്കാൻ പോവുക, എവിടെ ചെന്ന് നിൽക്കുമെന്ന് കാണാം. ബാക്കി പിന്നെ 5 പിള്ളേരില്ലേ ഇടക്കിടയ്ക്ക് വന്ന് പറയുന്ന കണക്ക്, അവരെ നോക്കണ്ടേ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട്? അതോ കിട്ടുന്ന കാശ് കൊണ്ടോ മറ്റേ അഡ്വക്കേറ്റിനും കൊടുത്ത് കോടതി കയറി ഇറങ്ങാന്നാണോ? ബാക്കി അതൊക്കെ അവിടെ ഡിലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫോൺ എന്ന് പറയുമ്പോൾ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇവള് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പറാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ഓക്കെ, ഇത് എന്റെ ഇൻസ്റ്റഗ്രാം ആണ്. എന്റെ നമ്പർ ഞാനൊന്ന് ഹൈഡ് ചെയ്തില്ല റബി. ഇതാ, നിങ്ങളുടെ നമ്പർ തരൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല, ഇത് ഷാജിദ വിട്ട മെസ്സേജ്. നിങ്ങളുടെ നമ്പർ തരൂ. അപ്പോഴാണ് ഞാൻ എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവള് എനിക്ക് മെസ്സേജ് പറഞ്ഞു, നിന്റെ നമ്പർ ആര് ചോദിച്ചിടി, എന്തിന്റെ ആവശ്യമാണ്, നീ ഒലത്തി എന്തൊക്കെയോ വൃത്തികെട്ട മെസ്സേജുകൾ അയച്ചിട്ട് അതെല്ലാം അവൾ ഡിലീറ്റ് ചെയ്ത്. അതിനനുസരിച്ച് ഞാനും പറഞ്ഞു, നിന്നെ പോലെ ഞാൻ എരന്ന് ജീവിച്ചിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഹസ്ബൻഡ് ഇതായി നോക്കണം, അപ്പൊ നീയും മെരക്കൽ തുടങ്ങുന്നു. ഞാൻ പടച്ചവൻ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണം. ഒരാളോടും അവള് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഒരാളോടും ആ സ്ത്രീ അങ്ങനെ സംസാരിക്കാൻ പാടില്ല.
കാരണം ഇവിടെ 4 മക്കളുണ്ട്, 3 പെൺകുട്ടികളും ഒരു മോനും ഉണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു നിന്റെ ഹസ്ബൻഡ് തീർന്നു നോക്കട്ടെ, അപ്പൊ അറിയാം നീയും നാട്ടിൽ കിടന്ന് ഇറക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ മക്കൾ ഒറ്റയടിക്ക് തീരെന്നല്ല, നാട്ടിൻ്റെ മുന്നിൽ ഇറന്നിട്ട് അവരെ തന്നെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്റെ പൊന്നു റംനാത്ത, അങ്ങനെ തീരുന്നതിനെ പറ്റി ഒന്നും സംസാരിക്കാതെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഷാജിദ താത്ത കുറച്ച് ഓവറായി പോകുന്നുണ്ട്. ഷാജിദ താത്ത ഇവർ ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ വീഡിയോകൾ കാണുന്നവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഏത് എക്സ്റ്റെന്റ് വരെ പോകുന്നുള്ളത്. അതൊക്കെ പോട്ടെ, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. പിന്നെ ഇവർ ഈ പറഞ്ഞ ചാറ്റിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. ഈ ഷാജിദയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അവൾ എൻ്റെ നമ്പർ ചോദിച്ചു, അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു, അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ വലുതായിട്ട് മൈൻഡൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഷാജിദ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഷാജിദ കാണിച്ച ആ ഒരു ചാറ്റില് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്, ഷാജിദയാണ് അങ്ങോട്ട് നമ്പർ ചോദിക്കുന്നത്, നിങ്ങളുടെ നമ്പർ താ എന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഷാജിദ നമ്മളെ ആ വോയിസ് ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ചാറ്റ് ചെയ്ത ആ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, സ്ക്രീൻഷോട്ട് അല്ല ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമ്മളെ കാണിക്കുന്നതിനകത്ത് ഈ ലേഡി, ഈ റംന എന്ന് പറയുന്ന ലേഡി സംസാരിക്കുന്നതൊക്കെ നമ്മളെ കേൾപ്പിച്ചു. ഷാജിദ എന്താണ് തിരിച്ച് റിപ്ലൈ കൊടുത്തതെന്ന് ഷാജിദ ബുദ്ധിപൂർവ്വം നമ്മളെ ആരെയും കാണിച്ചില്ല. പിന്നെ നമ്മളൊക്കെ മണ്ടന്മാരായതുകൊണ്ട് നമ്മളങ്ങ് വിശ്വസിക്കുമല്ലോ, ഷാജിദ താത്ത സൂപ്പർ താത്ത എന്ന് വിശ്വസിക്കുമല്ലോ. ആ ഒരു മൂഡിൽ വിചാരിച്ചതായിരിക്കാം. പക്ഷെ ആ ഒരു പരിപാടി കാണിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഷാജിദ താത്ത നിങ്ങൾ എന്തോരം മുടായ്പ. പിന്നെ നിങ്ങളുടെ സംസാരം കേട്ടപ്പോഴേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് സംതിങ് അത്ര ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംസാരമൊന്നും അല്ല നിങ്ങൾക്ക് അത് അറിയത്തുമില്ല. പിന്നെ നിങ്ങളുടെ ഈ ഒരു കാട്ടായം ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു കോൺട്രവേഴ്സികൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ഷാജിദയുടെ ഷാജിദ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടി. കാരണം ഇനി ഈ ഒരു സാധനം ഞാനത് ആദ്യമേ പറഞ്ഞു, ഇനി ഈ ടോപ്പിക്ക് സംസാരിക്കേണ്ട, അവരിത് വിട്ടു, ഇനി അവരിതും പറഞ്ഞോണ്ട് വരത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ കണ്ടോളൂ, അടുത്ത ദിവസം ഞാൻ ഈ വീഡിയോ രാത്രി ഇരുന്നാണ് എടുക്കുന്നത്, രാവിലെ ഇത് ഇടും. മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഷാജിദ അടുത്ത വീഡിയോ കൊണ്ട് വരും. ഇനിയിപ്പോ ഈ റംനയ്ക്കോ ഒക്കെ മറുപടി ആയിട്ടോ ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് മറുപടി ആയിട്ടോ. അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നോളം വരെ ഷാജിദയ്ക്ക് ഒരു വ്യൂസ് ഒക്കെ കിട്ടും. അത് കഴിയുമ്പോൾ ഷാജിദ താത്ത നിങ്ങളുടെ ഈ ഒരു സ്വഭാവം മനസ്സിലാക്കിയ ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങളുടെ വ്യൂസ് കുറയും. അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള കണ്ടന്റുകൾ ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ ചുമ്മാ അവിടെ ഇവിടെയും ഈ വൃത്തിയായിട്ട പരിപാടിയും കൊണ്ട് ഇറങ്ങരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ ഇവരെ ആരെയും പോയി ചുമ്മാ മോശമായിട്ടൊന്നും കമന്റുകൾ നോക്കി കണ്ടുവിടുക. ഒരു ലേഡിയാണ്, ഒരു പരിധിയിൽ കൂടുതൽ മോശം കമന്റ്സ് തെറിയൊന്നും കുറെ പേരൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടു. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. പോട്ടെ, അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, നമ്മുടെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. അവരവരുടെ കാട്ടായം സൈഡിൽ കൂടെ കാണിക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.